സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിലെ 8ാം ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു നിർത്തിയ സമയത്ത് സീനായി മലയുടെ ചുവട്ടിൽ വെച്ച് എലിജിബിളായിട്ടുള്ള യുവാക്കളെ എണ്ണിയപ്പോൾ 6 ലക്ഷത്തിൽ പരം ആളുകളെ കിട്ടിയെന്നും പിന്നീട് ഇവർ ജോർദാൻ നദി ക്രോസ് ചെയ്ത് ജോർദാൻ നദിയുടെ തെക്ക് ഭാഗത്ത് നിന്ന് ക്രോസ് ചെയ്ത് പടിഞ്ഞാറേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് വീണ്ടും കൗണ്ട് ചെയ്തപ്പോൾ 6 ലക്ഷത്തിൽ അധികമുണ്ടെങ്കിലും ആദ്യം എണ്ണതിനേക്കാൾ കുറച്ച് കുറവാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതിന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള റീസൺ, ആദ്യം എണ്ണിയ ആളുകൾ ആരും തന്നെ ഇപ്പോഴത്തെ ഗ്രൂപ്പിലില്ല, എല്ലാവരും ദൈവശാപമേറ്റ് മരിച്ചുപോയി എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളിൽ പലരും ചോദിക്കുന്ന സംശയം, അങ്ങനെ ഈ 40 വർഷം കൊണ്ട് 40 വർഷമാണ് ഇവർക്ക് മരുഭൂമിന് ചുറ്റിത്തിരിയേണ്ടി വന്നത്. ഈ 40 വർഷം കൊണ്ട് 20 ലക്ഷം വരുന്ന ഒരു ഗ്രൂപ്പിനകത്ത് നിന്ന് ഇത്രയും അധികം ആളുകൾ, അല്ലെങ്കിൽ അത്രയും ഈ 6 ലക്ഷം ആളുകൾ മുഴുവൻ മരിച്ചു തീരാനുള്ള സമയമായോ എന്നുള്ളതാണ്. ഇത് ബൈബിൾ റെഫറൻസിൽ നിന്നാണ് എടുക്കുന്നതെന്ന് ഓർക്കണം. ഇവിടെ പ്രാധാന്യം എണ്ണത്തിനല്ല, വേറെ ചില വിഷയങ്ങൾക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ എവിഡൻസ് ബൈബിളിൽ തന്നെ. കാരണം ആ കൂട്ടത്തിൽ ഇവരെ മരിച്ചു എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നവർ തന്നെയാണ് ഈ ജോർദാൻ നദി ക്രോസ് ചെയ്യാൻ വേണ്ടി ഈ ഇസ്രായേൽ സമൂഹത്തെ ലീഡ് ചെയ്യുന്ന ജോഷുവ എന്ന് പറയുന്നതാണ്. അപ്പോൾ ജോഷുവയുടെ പേരിന് മുമ്പ് തന്നെ ബൈബിളിൽ പറയുന്നുണ്ട് കാലേബ് എന്ന് പറയുന്ന വേറൊരാളും അദ്ദേഹം പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലേബും ജോഷുവയും ഒക്കെ ഈ ശാപം കിട്ടിയ തലമുറയിൽ പെടുന്ന ആളാണ്. അപ്പോൾ കാലേബും ജോഷുവയും അടക്കം 12 പേര് കനാൻ ദേശത്ത് പോയി അന്വേഷിച്ചു വരികയും അതിൽ 10 പേര്, കാലേബും ജോഷുവയും ഒഴികെ 10 പേര് നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുകയും കാലേബും ജോഷുവയും പോസിറ്റീവായിട്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് ദൈവത്തിൻ്റെ ശക്തിയിൽ അവിശ്വസിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ സമൂഹ ശാപം വാങ്ങി വെച്ച് ഈ ആളുകൾ മൊത്തം മരിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കാലേബും ജോഷുവയും മരിക്കാതെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തലമുറയിൽപ്പെട്ട ഒത്തിരി അധികം ആളുകൾ മരിക്കാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ രണ്ടാമത് എണ്ണിയ 6 ലക്ഷത്തിൽ തീർച്ചയായും ആദ്യം എണ്ണിയ 6 ലക്ഷത്തിനകത്ത് പെട്ട ആളുകൾ നിശ്ചയമായും അതിനകത്ത് വലിയൊരു ശതമാനം ഉണ്ടാകും. പക്ഷേ എന്തിന് ബൈബിളിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ബൈബിൾ പ്രധാനമായും വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇതിൽ തീർത്തും അചഞ്ചലമായ വിശ്വാസം അങ്ങേയറ്റം നിർബന്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ആണ് ഇങ്ങനെ ഇത് എഴുതി ചേർത്തിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് BC 14-ാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിലാണ്. 14-ാം നൂറ്റാണ്ടിലൊന്നും എഴുത്ത് ഒരു പ്രധാനപ്പെട്ട സംഗതിയല്ല. അത് കൽപ്പലകളിൽ എഴുതുക എന്നുള്ളതാണ് പ്രധാനം. പേപ്പറസ് ഉണ്ട്, പക്ഷേ പേപ്പറസിലൊന്നും അത്ര ഫ്ലുവൻ്റായിട്ട് എഴുതാനുള്ള ഒരു രീതിയിലൊന്നും ഇസ്രായേൽക്കാർ എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. മോശയ്ക്ക് സാധിക്കുമായിരിക്കും, കാരണം മോശ രാജകുമാരനാണ്, അദ്ദേഹം രാജകുടുംബത്തിൽ വളർന്ന ആളാണ്. എഴുത്ത് വളരെ സ്ലോ ആയിട്ട് ഇതിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മോശയ്ക്ക് എഴുതിയാൽ മാത്രം പോരാ, ഈ ആളുകളെയൊക്കെ നയിച്ചു കൊണ്ടുപോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം വാമൊഴിയായിട്ടാണ് ലേവി ഗോത്രത്തിൻ്റെ കയ്യിലേൽപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ലേവി ഗോത്രം ഇത് തലമുറകൾ മാറി പിന്നീട് ഏകദേശം BC 500 ആയ സമയത്താണ് ഇത് കാര്യമായിട്ട് എഴുതി തുടങ്ങിയിട്ടുള്ളത്. അപ്പോഴും പേപ്പറസ് റൈറ്റിങ്സും തോലിൻ്റെ മേലുള്ള എഴുത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എഴുത്ത് കുറേയും കൂടി പ്രമുഖമായി, ലിപി കുറേയും കൂടി വ്യാപകമായി, ഭാഷ കുറേ കൂടി വികസിച്ചു. അപ്പോൾ ആ സമയത്ത് ഇത് എഴുതാൻ പറ്റും. നേരെ മറിച്ച് ഈ BC 1500 കാലഘട്ടത്തിലൊക്കെ ഭാഷ വളരെ പ്രിമിറ്റീവാണ്, ലെറ്റേഴ്സ് വളരെ പ്രിമിറ്റീവാണ്, സംസാര ഭാഷയുണ്ട്, പക്ഷേ വ്യാകരണമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് വികസിച്ചിട്ടില്ല. അപ്പം എഴുതുമ്പോൾ തന്നെ ഒരു അക്ഷരം പല അർത്ഥങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, പലതരത്തിൽ പ്രൊണൗൺസ് ചെയ്തിട്ട് പല അർത്ഥങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ലിംഗ്വിസ്റ്റിക്സ്, ഭാഷയുടെ വളർച്ച നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത് പല ആളുകളുടെ കൈമറിഞ്ഞ് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സൂക്ഷിക്കുന്ന പുരോഹിത സമൂഹമാണ്, അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ താല്പര്യം എന്ന് പറയുന്നത് വിശ്വാസം വർദ്ധിപ്പിക്കുക, വിശ്വാസം എപ്പോഴും ഭയത്തിലൂടെയാണ് ഇമ്പോസ് ചെയ്യുക. അപ്പോൾ അത് ആ ഒരു ഭയം ജനത്തിലുണ്ടാവാൻ വേണ്ടിയാണ് ഈ മൊത്തം ആളുകളും ദൈവശാപമേറ്റ് മരിച്ചുപോയി എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഭയം ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുഴുവൻ ആളുകളും മരിച്ചു എന്നതിനെ വാച്യാർത്ഥത്തിൽ എടുക്കരുത്. അപ്പോൾ അവിടെ പറഞ്ഞു വയ്ക്കുന്നത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് മോശ. മോശയ്ക്ക് പോലും കിടക്കാൻ കഴിഞ്ഞില്ല, കാരണം മോശയുടെ പോലും വിശ്വാസത്തിൽ ഒരു ചെറിയ ചാഞ്ചല്യമുണ്ടായി. ആ ചെറിയ ചാഞ്ചല്യത്തിൻ്റെ പേരിൽ ഇദ്ദേഹം വാഗ്ദാന ഭൂമിയിലേക്ക് കടക്കുന്നില്ല. പിന്നീട് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വരുമ്പോൾ സ്വർഗ്ഗപ്രവേശവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് അത് പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് വരുന്നത്. വിശ്വാസത്തിൽ യാതൊരു ചാഞ്ചല്യവും അനുവദിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന കാര്യം. എണ്ണത്തേക്കാൾ പ്രാധാന്യം അതിനാണ്. പിന്നീട് ഇത് ഇസ്രായേൽ സമൂഹത്തെ നമുക്കറിയാം. ഇസ്രായേൽ സമൂഹത്തിന് ദൈവം ഫോം ചെയ്ത് കൊണ്ടുവരുന്നത്, ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് ദൈവപുത്രനായ മിശിഹായെ അവതരിപ്പിക്കാനാണ്. മിശിഹയുടെ അവതാരമാണ് വാസ്തവത്തിൽ ഈ സമൂഹത്തെ വളർന്ന ലക്ഷ്യം. മിശിഹ ചോദിക്കുന്നത്, മിശിഹയുടെ അവതാര ശേഷം ഈശോ ഓരോ നിമിഷവും ഓരോ കാര്യം ചെയ്യുന്നതിന് മുൻപും ചോദിക്കുന്നൊരു കാര്യമാണ്, നീ വിശ്വസിക്കുന്നുവോ?
ഓരോ അത്ഭുതവും ചെയ്യുന്നതിന് മുൻപ് അതിന് വിധേയനാവുന്ന അല്ലെങ്കിൽ വിഷയമാവുന്ന വ്യക്തിയോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കൂ, ഇല്ലേ കാര്യം നടക്കില്ല. കാരണം വിശ്വാസം എന്ന് പറയുന്നതാണ്. ഇപ്പം ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെ ഹൃദയപൂർവ്വം വിശ്വസിക്കുക എന്നുള്ളൊരു ട്രെയിനിങ്ങിലേക്കാണ് ഇവരെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവർ ദൈവത്തെ കാണുന്നത് ഹൃദയത്തിനുള്ളിലല്ല, ഹൃദയത്തിന് പുറത്താണ് ഇവർ കാണുന്നത്. മേഘമായിട്ടും അഗ്നിയായിട്ടും ഒക്കെയാണ് ഇവർക്ക് വിഷൻ കിട്ടുന്നത്. ഇവരുടെ ഒരു വാഗ്ദാന പേടകം എന്ന് പറയുന്ന പേടകത്തിനകത്തുള്ള കൽപ്പലകകളാണ് ദൈവത്തിൻ്റെ സിമ്പിളായിട്ട് അവർ കരുതുന്നത്. വിഗ്രഹാരാധന പരിപൂർണമായിട്ടും നിരോധിച്ചു എന്ന് പറയുമ്പോഴും ഒരു കൽപ്പലകകൾ ഈ പേടകത്തിനുള്ളിൽ ഉണ്ട് എന്ന് വിചാരിക്കണം. ആ കൽപ്പലകളെ ദൈവസമാനമായിട്ടാണ് പരിഗണിക്കുന്നതെന്നും വിചാരിക്കണം. അപ്പം അത് ദൈവമല്ല, പക്ഷേ ദൈവസമാനമായ ബഹുമാനം അതിന് കൊടുക്കുന്നുണ്ട്. മനുഷ്യന് എപ്പോഴും ഒരു ഫിസിക്കൽ എൻറ്റിറ്റി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു എൻറ്റിറ്റി അവരുടെ മുൻപിൽ ഉണ്ട് താനും. അപ്പോൾ ഈ കൽപ്പനകൾ ഇവർക്ക് പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്ക് രാജ്യം തരാം, അല്ലെങ്കിൽ സൗകര്യങ്ങൾ തരാം, വിശ്വസിച്ചില്ല രോഗം തരും, മരണം തരും. അപ്പോൾ അത് മുഴുവൻ ഭൗതികതയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഭൗതികതയിലൂടെ പതുക്കെ പതുക്കെ ഇവരെ ആത്മീയതയിലേക്ക് വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ യേശുവിൻ്റെ കാലമാകുമ്പോഴേക്കും ഇത് പരിപൂർണമായും ആത്മീയതയിലേക്ക് എത്തും. ദൈവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് എന്നും അത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ വസിക്കുന്നതാണെന്നും ഈശോ യോഹന്നാനിലൂടെ പറയുന്നുണ്ട്. നിങ്ങളെ ഞാൻ ദൈവങ്ങളാക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ മനുഷ്യ ശരീരത്തെ ദേവാലയമെന്നാണ് ഈശോ ഡിഫൈൻ ചെയ്യുന്നത്. കാരണം ദൈവം വസിക്കുന്നത് മനുഷ്യ ഹൃദയത്തിലാണ്, അല്ലെങ്കിൽ മനുഷ്യാത്മാവിനോട് ചേർന്നാണ്. ഇവിടെ ഈ പ്യൂരിറ്റി എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ളതാണ്. അപ്പോൾ ഹൃദയത്തിലുള്ള ദൈവത്തെ ഹൃദയപൂർവ്വം വിശ്വസിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ 12,000 വർഷം കൊണ്ട് ഈ സമൂഹത്തിന് നൽകുന്നത്. അപ്പോൾ യേശു വരുമ്പോഴാണ് ഈ ദൈവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണെന്നും നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണെന്നും ട്രിനിറ്റിയാണെന്നും ഒക്കെയുള്ള സൂചനകൾ പിന്നീട് വരുന്നത്. അല്ലെങ്കിൽ സൂചനകളല്ല എന്നുള്ള സത്യം, അതിനെ സത്യം എന്നാണ് വിളിക്കുന്നത്. സത്യത്തിലേക്ക് എത്തുന്നത് യേശു വരുമ്പോൾ മാത്രമാണ്. അതിനുള്ള ട്രെയിനിങ് ആണ് ഇവിടെ നൽകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കാനാൻകാരുടെ വിശ്വാസത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്, ഇസ്രായേൽക്കാരോട് പറയുന്നുണ്ട്, നിങ്ങളെക്കാൾ വിശ്വാസം ഇവർക്കുണ്ടല്ലോ. സോ വിശ്വാസം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ച്. നമ്പറുകളെ പറ്റി അത്ര നമ്മൾ വലിയ ഗഹനമായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, വിശ്വാസം വർദ്ധിപ്പിക്കണം. വിശ്വാസം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവവിശ്വാസം എന്നുള്ളത് അചഞ്ചലമായിരിക്കണം. ഏകദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുക എന്നുള്ളത് അത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ ഇസ്രായേൽക്കാരുടെ കഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പം അവരുടെ ഈ പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ വളരെ വളരെ വിശദമായിട്ട് ഓരോ കാര്യങ്ങളും നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ദൈവത്തിൻ്റെ ദിവസം ആചരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് എത്രയോ ചാപ്റ്റേഴ്സിലായിട്ട് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ സാബത്തൊക്കെ അവർ വാസ്തവത്തിൽ അനങ്ങാതിരിക്കേണ്ട ദിവസം അനങ്ങാൻ പറ്റില്ല. അതുപോലെ അവരുടെ പെസഹ ആയിക്കൊള്ളട്ടെ, മറ്റ് പെരുന്നാളുകളായിക്കൊള്ളട്ടെ, തിരുനാൾ ദിനങ്ങളായിക്കൊള്ളട്ടെ, ഈ ദിവസങ്ങളിലൊക്കെ അവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് റെസ്റ്റാണ്, അവർക്ക് അനങ്ങാൻ പറ്റില്ല. ഒന്ന് ഓർക്കണം, ഈ കാലങ്ങളിലൊക്കെ ഇസ്രായേൽ സമൂഹം ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ഒക്കെ ഇത്തരം ദിവസങ്ങളിലാണ്. അവർക്ക് അനങ്ങാൻ പറ്റാതെ അവർ വിശുദ്ധ ദിനമായി ആചരിക്കുന്ന ദിവസങ്ങൾ നോക്കിയാണ് ഈ 2023 ഒക്ടോബർ 7 അവരുടെ രാജ്യത്ത് കയറി അക്രമം കാണിച്ചതടക്കം ഈ 48 ശേഷമുള്ള എല്ലാ യുദ്ധങ്ങളും നോക്കിയിട്ടുണ്ട്. ഈ യുദ്ധങ്ങൾ മുഴുവൻ തുടങ്ങിയിട്ടുള്ളത് അവരുടെ വിശുദ്ധ ദിനങ്ങളിലാണ്, സാറ്റർഡേസിലാണ്. അപ്പോൾ ആ ഒരു അവരുടെ വിശുദ്ധ ദിനം നോക്കി അവരെ ആക്രമിക്കുക എന്നുള്ളത് ഒരു സൗകര്യമായി കണ്ടു എന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു പോകുന്നത് മാത്രം. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് മോശയാണ് ഇവരെ നയിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഇവർ ഒറ്റ സമൂഹമായി സിനായ് മലയുടെ ചുവട്ടുന്ന ഒരു സമൂഹമായ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നീട് മോശയുടെ കാലം കഴിയുന്നു, മോശ മരിക്കുന്നു. മോശ മരിച്ചു കഴിഞ്ഞ് അടുത്ത ലീഡറായിട്ട് വരുന്നത് ജോഷുവയാണ്. അങ്ങനെ ജോഷുവയുടെ നേതൃത്വത്തിൽ ഇവരെ കനാൻ ദേശത്ത് പ്രവേശിക്കുകയും ഈ പ്രദേശം ഇവരെ ഡിവൈഡ് ചെയ്ത് 12 ഗോത്രങ്ങൾക്കാക്കി എടുക്കുകയും ചെയ്യുന്നു. 2 ഗോത്രം ജോർദാൻ നദിയുടെ കിഴക്ക് വശത്തും ബാക്കിയുള്ള 10 ഗോത്രം ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് വശത്തുമായിട്ട് താമസം ഉറപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജോഷുവയുടെ കാലം കഴിഞ്ഞതോടെ, അല്ലെങ്കിൽ ജോഷുവയുടെ റോള് കഴിഞ്ഞതോടെ, ഇത് ഈ പ്രദേശം മുഴുവൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ജോഷുവയുടെ റോള്. അത് എടുത്തു, ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതോടെ ജോഷുവയുടെ റോള് കഴിയുന്നു. അതോടെ യുദ്ധങ്ങൾ തീർന്നു എന്ന് വിചാരിക്കരുത്. ഇവർ പിടിച്ചെടുത്ത പ്രദേശത്തൊക്കെ ആ പ്രദേശത്തെ ആളുകൾ താമസമുണ്ട്. സ്വാഭാവികമായിട്ട് പിന്നീട് കണ്ടിന്യൂസ് ക്ലാഷുകളുടെ കാലഘട്ടമാണ് വരുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഈ സമൂഹത്തെ നയിച്ച അതാത് ഗോത്രങ്ങളുടെ ഗോത്രപിതാക്കന്മാരാണ്. ഓരോ ഗോത്രത്തിനും ഗോത്രപിതാക്കന്മാരുണ്ട്. അവർക്ക് ന്യായാധിപന്മാർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അവരാണ് ഇതിനെ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ കുറേ കാലം ഇങ്ങനെ, അപ്പോൾ ഒരു തീർച്ചയായിട്ടും ഒരു യൂണിഫൈഡ് അല്ലാത്തൊരു സിസ്റ്റമാണ് ഇവർക്കുള്ളത്. ഓരോ ഗോത്രങ്ങൾക്കും തലവന്മാരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗോത്ര നേതാക്കന്മാർ ഒന്നിച്ചു കൂടുന്നുണ്ട്. പക്ഷേ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ ലീഡർ ഇവർക്കില്ല. അപ്പോൾ അതിൻ്റേതായ ക്ഷീണം ഇവർക്ക് വരുന്നു. അങ്ങനെ മുന്നോട്ട് വന്ന സാമുവേൽ എന്ന് പറയുന്ന ഒരു ഗോത്രപിതാവ്, അദ്ദേഹം പുരോഹിതനാണ്, ലേവി ഗോത്രത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം വളരെ പ്രോമിനൻ്റ് ആയിരുന്നു. സാമുവേലിന് തൊട്ട് മുമ്പുള്ള ആൾ ഏലി എന്ന് പറയുന്ന ആളാണ്. ഈ ഏലി എന്ന് പറയുന്ന ആളാണ് സാമുവേലിനെ സെലക്ട് ചെയ്യുന്നതും വളർത്തുന്നതും.
അപ്പോൾ ഏലി അത്രത്തോളം പ്രോമിനൻറ്റ് ഫിഗറായി വരുന്നില്ല, നേരെ മറിച്ച് സാമുവേൽ ഒരു പ്രോമിനൻറ്റ് ഫിഗറായി വരുന്നു. അദ്ദേഹം ലേവി ഗോത്രക്കാരനായതുകൊണ്ട് പുരോഹിതനാണ്. സ്വാഭാവികമായിട്ടും എല്ലാ ഗോത്രങ്ങൾക്കും ഒരുപോലെ ബഹുമാനത്തിനും ആക്സെപ്റ്റബിളുമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഗോത്രപിതാവായി നിൽക്കുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഇവരുടെ ഈ ഫിലിസ്ത്യർ വന്ന് ആക്രമിച്ച് ഇവരുടെ വാഗ്ദാന പേടകം തട്ടിയെടുക്കുന്നു. വാഗ്ദാന പേടകം തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന തലവെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭയങ്കര ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ മറ്റ് പൊളിറ്റിക്കൽ വീഡിയോസിലൊക്കെ പറയുന്നത്, ഈ ഫിലിസ്ത്യർ എന്ന് പറയുന്ന ഈ ആ കൂട്ടരോടുള്ള ആ ഒരു വിരോധം അത് ഇസ്രായേലിൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട്. അപ്പോൾ അത് റോമാക്കാരെ ഇസ്രായേലിനെ കീഴടക്കിയ സമയത്ത് ഈ ജൂതന്മാർ ഈ റോമാക്കാർക്ക് സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാക്കുന്നത് കൊണ്ട് അവരെ അപമാനിക്കാൻ വേണ്ടി ഈ ഫിലിസ്ത്യരുടെ പേരിൽ നിന്നാണ് പാലസ്തീന എന്ന പേര് എടുത്ത് AD 63 കാലഘട്ടത്തിൽ ഈ ഇസ്രായേൽക്കാരുടെ ദേശത്തിന് പാലസ്തീന എന്ന ഒരു പേരിടുന്നത്. അത് വാസ്തവത്തിൽ ഈ ഇസ്രായേൽക്കാരെ അപമാനിക്കാൻ വേണ്ടി അവരിട്ട പേരാണ്. അപ്പോൾ പാലസ്തീന എന്നുള്ള പേര് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ബഹുമാനത്തിൻ്റെ പേരല്ല, അത് ഫിലിസ്ത്യരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, ഫിലിസ്ത്യരുടെ നിങ്ങൾ വാങ്ങിയിട്ടുള്ള അടികളെക്കുറിച്ച് ഈ യഹൂദരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി റോമാക്കാർ ഇട്ട് കൊടുത്തൊരു പേരാണ്. ഈ പലരും പറയുന്ന കേൾക്കാം ഈ പാലസ്തീന എന്ന് പറഞ്ഞാൽ അറബികളിട്ട പേരാണ്. അങ്ങനെ അറബികളിട്ട പേരൊന്നുമല്ല, അത് റോമാക്കാരിട്ട പേരാണ്. അത് ഈ ഫിലിസ്തീനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേരാണ്. ഫിലിസ്തീൻ എന്ന് പറഞ്ഞാൽ അവിടെ BC കാലഘട്ടത്തിൽ BC 2000 മുൻപ് തന്നെ അവിടെ താമസമാക്കിയിട്ടുള്ള ഒരു സമൂഹമാണ്. പക്ഷേ ഈ സമൂഹത്തെ ഒരു കാലത്തും തോൽപ്പിക്കാൻ ഇസ്രായേൽക്കാരെ കൊണ്ട് സാധിച്ചിരുന്നില്ല. എപ്പോഴും ഇവരുടെ നിന്ന് ഇസ്രായേൽക്കാർക്ക് അടി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ തോൽപ്പിക്കും, അല്ലാത്തപ്പോൾ ഇവരിങ്ങോട്ട് തിരിച്ചു തോൽപ്പിക്കും. അവരെപ്പോഴും ഫൈറ്റ് ചെയ്യുന്നൊരു സമൂഹമാണ്. ഈ ഫിലിസ്തീനെ ഭയന്നിട്ടാണ് അവരെ ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് സഞ്ചരിക്കുമ്പോൾ മെഡിറ്ററേനിയൻ്റെ വക്കിലൂടെയുള്ള വളരെ എളുപ്പ വഴി, 2-3 ആഴ്ചകൾ കൊണ്ട് കവർ ചെയ്യാവുന്ന ആ ഒരു വഴി ഉപേക്ഷിച്ച് വർഷങ്ങളെടുക്കുന്ന ഒരു ട്രാക്കിലൂടെ അവർ സീനായ് മരുഭൂമി മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ് ചെങ്കടലിൻ്റെ വക്കിലൂടെ സഞ്ചരിച്ച് ഒരു U ഷേപ്പിലുള്ള ഒരു വഴിയിലൂടെ, അല്ലെങ്കിൽ ഒരു V ഷേപ്പിലുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് കനാൻ ദേശത്തേക്ക് വരുന്നത് ഫിലിസ്തീനെ ഭയന്നിട്ടാണ്. അപ്പോൾ ഈ ഫിലിസ്തീനെ ഇവരുടെ വാഗ്ദാന പേടകം മോഷ്ടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ വാഗ്ദാന പേടകം ഇവർ കനാൻ ദേശത്ത് പ്രവേശിച്ചു കഴിഞ്ഞ് വാഗ്ദാന പേടകം വെച്ചിരുന്നത് ഷീലോഹ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അത് പിന്നെ ഏകദേശം ഷീലോഹ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴത്തെ ജെറുസലേമിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ വടക്കോട്ട് മാറിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഒരു വാഗ്ദാന പേടകം പ്രതിഷ്ഠിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഫിലിസ്തീർ യുദ്ധം ചെയ്ത് ഈ വാഗ്ദാന പേടകം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ വാഗ്ദാന പേടകം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഫിലിസ്തീർക്ക് പക്ഷേ അത് വെക്കാൻ പറ്റിയില്ല. കാരണം അത് ചെന്നതോടെ അവർക്ക് കഷ്ടകാലം തുടങ്ങി. അവരുടെ സമൂഹത്തിൽ പല വിധത്തിലുള്ള രോഗങ്ങൾ വരികയും പല പ്രയാസങ്ങൾ ഉണ്ടാവുകയും അത് ഈ വാഗ്ദാന പേടകം ഇവരുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും അവർ തിരികെ കൊടുക്കുകയും ചെയ്തു. അത് തിരികെ കൊടുത്തു കഴിഞ്ഞപ്പം അത് പിന്നീട് തിരിച്ചു കൊണ്ടുവച്ചത് കിരിയാത്ത് യെയാരീം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അബിനാദ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ് പിന്നീട് കൊണ്ടുവച്ചത്. ആദ്യം ഉണ്ടായിരുന്നത് ഷീലോഹിലായിരുന്നു. ഈ ഷീലോഹ് എന്ന് പറയുന്നത് ജെറുസലേമിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ വടക്കോട്ട് മാറിയുള്ള സ്ഥലമാണ്. കിരിയാത്ത് യെയാരീം എന്ന് പറയുന്നത് 10 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറിയുള്ള സ്ഥലമാണ്. അപ്പം അവിടെയാണ് പിന്നീട് ഈ പേടകം ഉള്ളത്. ഈ പേടകം പിന്നീട് അവിടെ 20 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഈ കിരിയാത്ത് യെയാരീം എന്ന് പറയുന്ന സ്ഥലത്തുള്ള അബിനാദിൻ്റെ വീട്ടിൽ 20 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചൊക്കെ ചെറിയ സംശയങ്ങളുണ്ട്. കാരണം പിന്നീട് ഇത് നേരെ ദാവീദാണ് ഈ പേടകം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ദാവീദിൻ്റെ ഇടയ്ക്ക് സാവൂൾ എന്ന് പറഞ്ഞ രാജാവ് വരുന്നത്, സാമുവേലിൻ്റെ കാലഘട്ടമുണ്ട്. ഇതെല്ലാം കൂടി 20 വർഷമുള്ളോ എന്നൊരു സംശയം ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാം. നേരെ വർഷത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട 20 വർഷം എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അബിനാദിൻ്റെ വീട്ടിൽ 20 years ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ആളുകളെല്ലാവരോടും ചെന്ന് പറഞ്ഞു, ഇത് ശരിയാവുന്നില്ല, നമുക്കിങ്ങനെ പല ഗോത്രങ്ങൾ പലതരത്തിൽ ചതറിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് ശക്തിയില്ല, അതുകൊണ്ട് നമുക്ക് രാജാവ് വേണം. അപ്പോൾ ഫിലിസ്തീനൊക്കെ ഇത്രയും സ്ട്രോങ് ആവാനുള്ള കാര്യം അവർക്ക് രാജാവ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ രാജാവ് വേണമെന്ന് പറഞ്ഞു. സാമുവേൽ ആദ്യം എതിർക്കുന്നുണ്ട്. കാരണം ദൈവം ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ദൈവമാണ് അവരുടെ രാജാവ്, അതുകൊണ്ട് അവർക്കൊരു രാജാവിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവർ പറയുന്നു അവർക്കൊരു രാജാവിനെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. അത് ശ്രദ്ധിച്ചുകൊണ്ട് സാവൂൾ എന്ന് പറയുന്ന ബെഞ്ചമിൻ ഗോത്രത്തിലുള്ള ഒരു മനുഷ്യനെ രാജാവായിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ രാജ്യം യൂണിഫൈഡ് ആക്കുന്നത്. ഈ ഇസ്രായേൽ രാജ്യം 12 ഗോത്രങ്ങളായിട്ട് വിഭജിക്കപ്പെട്ട് കിടന്ന ഈ രാജ്യത്തെ ഒരു യൂണിഫൈഡ് കൺട്രി ആക്കി മാറ്റുന്ന ആൾ സാവൂളാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇന്ത്യയെ ഒരു യൂണിഫൈഡ് കൺട്രിയാക്കി. ഇവിടെ കുഞ്ഞു രാജ്യങ്ങളായിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലമാണിത്. ഈ കുഞ്ഞു രാജ്യങ്ങളായിട്ട് കിടന്ന ഈ സ്ഥലത്തെ ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാക്കി മാറ്റിയത് ബ്രിട്ടീഷുകാരാണ്. കാരണം അവരാണ് ഇവിടെ ഒരു യൂണിഫൈഡ് റൂൾ കൊണ്ടുവരുന്നത്. അതേമാതിരി തന്നെയാണ് ഈ സാവൂള് ചെയ്യുന്നത്. സാവൂള് ഈ 12 ഗോത്രങ്ങളെയും ചേർത്ത് ഒരു യൂണിഫൈഡ് രാജ്യമാക്കി അതിനെ മാറ്റും. അപ്പോൾ ആ രാജ്യത്തിന് പിന്നീട് അതിൻ്റെ വടക്കൻ ഭാഗത്തിന് ഇസ്രായേൽ എന്നും അതിൻ്റെ തെക്കൻ ഭാഗത്തിന് യൂദയ എന്നുമാണ് പിന്നീട് അതിന് പേര് വരുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു പേര് മെൻഷൻ ചെയ്ത് കാണുന്നില്ല. ഇത് ദാവീദിൻ്റെ കാലത്ത്, ദാവീദിൻ്റെ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഇസ്രായേൽ എന്നും യൂദയ എന്നും ഒരു പേരിൻ്റെ മെൻഷനിങ് കാണുന്നത്.
അത് അക്കാലത്തുണ്ടായ പേരാണോ അതോ ഇനി പിന്നീട് സോളമൻ്റെ മക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കി 10 ഗോത്രങ്ങൾ ഒരു ഭാഗമായിട്ട് തിരിയുകയും 2 ഗോത്രം വേറൊരു ഭാഗമായിട്ട് തിരിയുകയും ചെയ്ത കാലത്ത് വന്ന പേരാണോ എന്നുള്ളത് ഉറപ്പില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ പുസ്തകങ്ങൾ അക്കാലങ്ങളിൽ എഴുതപ്പെട്ടതല്ല, അത് പിന്നീട് വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ടതാണ്. അപ്പോൾ ആ പ്രദേശങ്ങളെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശരി, ഇയാളിത് യൂണിഫൈ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം ഒരു സക്സസ്ഫുൾ രാജാവായിരുന്നില്ല. ഫിലിസ്തീനോട് അദ്ദേഹം യുദ്ധത്തിൽ പലതവണ പരാജയപ്പെടുന്നുണ്ട്. മാത്രമല്ല നാട്ടുകാരുടെയിലും അദ്ദേഹം ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഒരു ഇസ്രായേൽ പോലത്തെ ഒരു ഭക്ത സമൂഹത്തിന് ദൈവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പൂജായുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഒക്കെ അദ്ദേഹത്തിന് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം സക്സസ്ഫുൾ അല്ലാതായി മാറുന്നു. അതുകൊണ്ട് സാമുവേൽ തന്നെ പുതിയ ഒരാളെ രാജാവാകാൻ സെലക്ട് ചെയ്യുന്നു. അത് ദാവീദാണ്. ദാവീദിനെ സംബന്ധിച്ച് മനോഹരമായ കഥകളൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയതും അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട്. അത്തരം സ്റ്റോറീസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. മനോഹരമായ കഥകളാണ്. താല്പര്യമുള്ളവർക്ക് ബൈബിൾ വായിച്ച് മനസ്സിലാക്കാം. ദാവീദ് ഒരു ആട്ടിടയനായിട്ട് ഉള്ള പയ്യനാണെങ്കിൽ പോലും അങ്ങേയറ്റം ധീരനും വളരെ ഉന്നമുള്ളവനും പിന്നെ സിംഹങ്ങളോട് പോലും ഫൈറ്റ് ചെയ്യാൻ ശേഷിയുള്ളവനുമാണ് എന്ന് ബൈബിൾ ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. സോ വളരെ കറേജിയസ് ആയിട്ടുള്ള ഒരു രാജാവിന് വേണ്ട മാനസികമായ യോഗ്യതകളുള്ളൊരു മനുഷ്യനായിട്ട് വേണം ഇദ്ദേഹത്തെ കരുതാൻ. അപ്പോൾ സാമുവേൽ ദാവീദിനെ സെലക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സാവൂൾ എന്ന് പറയുന്ന എക്സിസ്റ്റിംഗ് രാജാവുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ഈ എക്സിസ്റ്റിംഗ് രാജാവും ദാവീദും തമ്മിൽ പലതവണ പ്രോബ്ലംസ് ഉണ്ടാവുന്നു. അങ്ങനെ എക്സിസ്റ്റിംഗ് രാജാവ് പിന്നീട് ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ വധിക്കപ്പെടും. അപ്പോൾ ഇതിൽ അവിടെ ശ്രദ്ധിക്കാവുന്ന കാര്യം, ഇസ്രായേൽക്കാർക്ക് ആദ്യമായിട്ട് ദൈവം നൽകിയ ഒരു രാജാവാണ് സാവൂൾ. ആ സാവൂളിനെ ഫിലിസ്തീർ കൊന്നുകളഞ്ഞു. അപ്പോൾ അത് ഫിലിസ്തീനോടുള്ള അവരുടെ ആ വിരോധം, വലിയ അഭിമാനമുള്ള സമൂഹമാണ്. ദൈവം നയിക്കുന്നു എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രായമായിട്ടുള്ള സമൂഹം എന്ന് വിശ്വസിക്കുന്ന ആ ഒരു സമൂഹം, ദൈവത്തിൻ്റെ സ്വന്തം സമൂഹം, ദൈവജനം. ആ ദൈവജനത്തിന് ദൈവം സെലക്ട് ചെയ്ത രാജാവിനെ കൊന്നു കളഞ്ഞത് ഫിലിസ്തീനാണ്. അപ്പോൾ ഫിലിസ്തീനോടുള്ള അവരുടെ നിലപാടെന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് പിന്നീട് ദാവീദ് വരുന്നു. ദാവീദ് ഫിലിസ്തീനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നു. അദ്ദേഹം ഏകദേശം 40 വർഷത്തോളം സമീപത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് അദ്ദേഹം യുദ്ധത്തിലായിരുന്നു. 40 വർഷം അദ്ദേഹം യുദ്ധം ചെയ്യുകയായിരുന്നു എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയത്. എന്തായാലും ആ രാജ്യത്തിൻ്റെ അതിർത്തികൾ കൃത്യമായി ഉറപ്പിക്കുകയും അത് ഒന്നാന്തരം സ്റ്റേറ്റ് ആക്കി മാറ്റിയ ശേഷമാണ് ദാവീദ് മരിക്കുന്നത്. 40 വർഷം അദ്ദേഹം അതൊരു ബെസ്റ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റി. അതിൽ അതിർത്തികളെല്ലാം ക്ലിയറാക്കി, രാജ്യത്ത് പെർമനൻറ്റ് ഡിസിപ്ലിൻ ഉണ്ടാക്കി, ഒരു ദേവാലയം പണിയാനുള്ള സ്ഥലം അദ്ദേഹം കണ്ടുപിടിച്ചു. അതിനുള്ള തുടക്കം അദ്ദേഹത്തിന് ചെയ്തു വയ്ക്കാൻ പറ്റി. പണിയാൻ പറ്റിയില്ല, കുറേ മെറ്റീരിയൽസ് അദ്ദേഹത്തിന് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ദേവാലയം പണിയുന്നത് എവിടെയാണ്? ആ സ്ഥലം മോറിയ മലയാണ്. ഇപ്പോഴത്തെ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അബ്രാഹാം ബലിയർപ്പിച്ച സ്ഥലമാണത്. അവിടെ മുതൽ അത് ദൈവത്തിൻ്റെ ഇരിപ്പിടം എന്ന നിലയിൽ യഹൂദർ വിശ്വസിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ മലയുടെ മുകളിൽ വെച്ചാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം മോറിയ മലയുടെ മുകളിലാണ് ഇവർ ആദ്യമായിട്ട് ടെമ്പിളിന് വേണ്ടി സ്ഥലം കണ്ടെത്തുന്നത്. ഇവിടെ ടെമ്പിൾ പണിയുന്നത് സോളമനാണ്. അതിന് ടെമ്പിൾ മൗണ്ട് എന്നാണ് അതിന് പറയുന്നത്. അത് ഇന്ന് ഇസ്രായേൽക്കാരുടെ കയ്യിലല്ല എന്ന് നമുക്കറിയാം. അവിടെയുള്ളതൊരു മോസ്കാണ്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് അവർ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടക്കുന്ന ഈ കോൺഫ്ലിക്റ്റുകളുടെ അവസാനം എത്താൻ പോകുന്നൊരു വലിയ കോൺഫ്ലിക്റ്റ് ആ സ്ഥലത്തെ സംബന്ധിച്ച് തന്നെയായിരിക്കും. കാരണം യാഥാസ്ഥിതരായിട്ടുള്ള യഹൂദരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ടെമ്പിൾ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആ ഒരു ടെമ്പിൾ ഈസ് സോ ഇമ്പോർട്ടൻ്റ്. എത്രയോ ചാപ്റ്റേഴ്സിലൂടെ ആണ് ഈ ടെമ്പിളിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്നത്. എങ്ങനെ പണിയണം, എവിടെ വെക്കണം, എങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണം. 100 കണക്കിന് പേജസിലാണ് ഇതിൻ്റെ വിശദീകരണം കിടക്കുന്നത്. ദൈവത്തിൻ്റെ പ്രാധാന്യം, ടെമ്പിളിൻ്റെ പ്രാധാന്യം, പൂജയുടെ പ്രാധാന്യം. അപ്പോൾ ഈ മതവുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ടെമ്പിൾ, ബാക്കി എല്ലാവർക്കും ലോകത്തിൽ ഒരുപാട് ടെമ്പിളുണ്ട്. നേരെ കുറിച്ച് യഹൂദർക്ക് ലോകത്തിൽ എല്ലായിടത്തും ടെമ്പിളില്ല. യഹൂദർക്ക് ആകെ ഒരൊറ്റ ടെമ്പിളേ ഉള്ളൂ. അത് ജെറുസലേമിലാണ്. അത് മൊറിയാമലയുടെ മുകളിലാണ്. കാരണം അവിടെയാണ് ഇവർ വാഗ്ദാന പേടകം പ്രതീക്ഷിച്ചത്. ഒറ്റ വാഗ്ദാന പേടകമുള്ളൂ. ഈ വാഗ്ദാന പേടകമാണ് ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന സാധനം. ഞാൻ പറഞ്ഞു, വിഗ്രഹാരാധന ഇല്ല എന്ന് പറയുമ്പോഴും ഒരു വാഗ്ദാന പേടകമുണ്ട്. അപ്പോൾ ഇവിടെ കത്തോലിക്കർ പലരും ഇവിടെ രൂപങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ വിഗ്രഹാരാധന എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടാറുള്ളത് വിഗ്രഹാരാധനയല്ല. വിഗ്രഹാരാധന എന്ന് പറയുന്നത് വിഗ്രഹത്തിന് ജീവനുണ്ട് എന്ന് വിചാരിച്ചതിനെ പൂജിക്കുമ്പോഴാണ് വിഗ്രഹാരാധനയാവുന്നത്. ക്രിസ്ത്യാനികളുടെ ഏത് വിഗ്രഹം പൊട്ടിപ്പോയാലും അവർക്ക് യാതൊരു പ്രശ്നമില്ല, അവർ വേറൊരു സാധനം എടുത്ത് വയ്ക്കും. കാരണം വിഗ്രഹത്തിനൊരു പ്രാധാന്യമില്ല. ഇറ്റ് ഓൺലി റെപ്രസെൻറ്റ് സംതിങ്. നമ്മളൊരു ഫോട്ടോയിൽ നോക്കുന്നത് പോലെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പം തീർച്ചയായിട്ടും അത് ആളല്ല, അത് ആളുടെ ഇമേജ് മാത്രമാണ്. അത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇറ്റ്സ് ഓൺലി എൻ ഇമേജ്. ക്രിസ്ത്യാനികൾക്ക് വിഗ്രഹാരാധനയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ആകെ ഒരു വാഗ്ദാന പേടകം ഉള്ളത് വെക്കാൻ ഒറ്റ ടെമ്പിളേ പറ്റൂ, ഒരേ ഒരു ടെമ്പിൾ.
അപ്പോൾ ആ ടെമ്പിളാണ് ഈ ടെമ്പിൾ മൗണ്ടിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ അവരുടെ വികാരങ്ങൾ മുഴുവൻ ആത്യന്തികമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടെമ്പിൾ മൗണ്ടിൻ്റെ മുകളിലാണ്. ഈ യുദ്ധങ്ങളുടെ എല്ലാം ഉള്ളിൽ കിടക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ടെമ്പിളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ഇപ്പം നമ്മൾ നടക്കുന്ന ഏത് യുദ്ധത്തിൻ്റെ ബാക്കോട്ട് ട്രേസ് ചെയ്ത് പോയാലും ഈ ടെമ്പിളിൽ നമുക്ക് റോള് കാണാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞു. ഒരു നാഥാൻ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫിഗറാണ്. അതുമായി ബന്ധപ്പെട്ട് നല്ല നല്ല കഥകളുണ്ട്. നാഥാൻ പ്രവാചകനാണ് ടെമ്പിൾ പണിയണമെന്ന് ഇദ്ദേഹത്തോട് പറയുന്നത്. അവിടെ ഇദ്ദേഹത്തിന് ആദ്യം ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു, ദാവീദിന്. അദ്ദേഹത്തിൻ്റെ പേര് അബിയാദർ എന്നാണ്. അത് അഹറോൻ്റെ ഇത്താമർ എന്ന് പറയുന്ന മകൻ്റെ തലമുറകളിൽപ്പെടുന്നതാണ്. അഹറോനാണ് ആദ്യ പുരോഹിതൻ. ആദ്യത്തെ പ്രധാന പുരോഹിതൻ അഹറോനാണ്. അഹ്റോൻ്റെ മക്കളിൽ നാലാമനായിട്ടുള്ള ഇത്താമർ എന്ന് പറയുന്ന ആളുടെ പിന്മുറക്കാരനായിട്ട് വരുന്ന അബിയാദർ ആയിരുന്നു ദാവീദിൻ്റെ ആദ്യ പുരോഹിതൻ. പക്ഷേ ദാവീദിൻ്റെ മക്കൾ തമ്മിലുള്ള ബഹളത്തിൽ, തല്ലിൽ ഈ ഇത്താമർ പിടിച്ച പക്ഷം തെറ്റിപ്പോയി. അങ്ങനെ ഇത്താമർ പുറത്തായി പോയി. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പുരോഹിതൻ പൊന്തി വരികയാണ്. ആ പുരോഹിതൻ്റെ പേര് സാദോക്ക് എന്നാണ്. അങ്ങനെ പിന്നീട് ദാവീദിന് പ്രിയപ്പെട്ട പുരോഹിതനായിട്ട് സാദോക്ക് വരുന്നു. സാദോക്ക് അഹ്റോൻ്റെ ഏറ്റവും മൂത്ത മകനായ എലിയാസറിൻ്റെ പിന്തലമുറക്കാരനാണ്. അഹ്റോൻ്റെ മക്കളുടെ പിന്തലമുറക്കാരാണ് രണ്ടുപേരും. അതിൽ മൂത്ത മകൻ്റെ പിന്തലമുറക്കാരനാണ് സാദോക്ക്. സ്വാഭാവികമായിട്ടും മൂത്ത മകന് അവരുടെ സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പിന്നീട് ഈ സാദോക്കിൽ നിന്നാണ് ഈ പുരോഹിത സമൂഹം മുഴുവൻ ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ യേശുവിൻ്റെ കാലത്ത് സദുക്കായർ എന്ന് പറയുന്നൊരു കാറ്റഗറിയെ കാണാം. അത് ഈ സാദോക്കിൻ്റെ പിന്മുറക്കാരൻ. ഇപ്പോൾ സാദോക്ക് പിന്നീട് അത്രയും പ്രോമിനൻ്റ് ആയിട്ടുള്ള പുരോഹിതനായിട്ട് ഈ ഇസ്രായേൽ സമൂഹത്തിൽ മാറുന്നുണ്ട്. ഇവിടെ ദാവീദ് വീണ്ടും ആളുകളുടെ ജനസംഖ്യ എടുക്കുന്നുണ്ട്. അപ്പോൾ ജനസംഖ്യ എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കിട്ടുന്നത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അതായത് ജെറുസലേമിന് ഏകദേശം ഒരു 20-30 കിലോമീറ്റർ വടക്കോട്ട് മാറി പിന്നെ വരുന്ന ടോട്ടൽ വടക്ക് ഭാഗം. ആ വടക്ക് ഭാഗത്ത് 8 ലക്ഷം യുദ്ധസജ്ജരായിട്ടുള്ള മനുഷ്യർ, ബിറ്റ്വീൻ 20 and 60, 8 ലക്ഷം ആളുകളും, യൂദയ എന്ന് പറയുന്ന പ്രദേശം, അതായത് തെക്ക് ഭാഗം, ജെറുസലേം അടക്കമുള്ള തെക്ക് ഭാഗം, അവിടെ 5 ലക്ഷം യുദ്ധസജ്ജരായിട്ടുള്ള പുരുഷന്മാരും ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചത്. എന്ന് പറഞ്ഞാൽ മൊത്തം 13 ലക്ഷം യോദ്ധാക്കൾ ഇസ്രായേലിൽ അവൈലബിൾ ആണ്. 13 ലക്ഷം യോദ്ധാക്കൾ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോഗ്രഷൻ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 30-35 ലക്ഷം ജനം ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിൽ സോളമൻ്റെ അതിർത്തി പറയുന്നുണ്ട്. യൂഫ്രട്ടീസ് മുതൽ ഫിലിസ്തീയ വരെ അതിർത്തി പറയുന്നത് വലിയൊരു ഏരിയയാണ്. അത് തീർച്ചയായിട്ടും അത് ശരിയാവാൻ സാധ്യതയില്ല. എവിടെയെങ്കിലും ഇദ്ദേഹം യൂഫ്രട്ടീസ് തൊടുന്നുണ്ടാണ്. മോസ്റ്റ് പ്രോബബ്ലി സിറിയയിലായിരിക്കണം ഇദ്ദേഹം യൂഫ്രട്ടീസ് ടച്ച് ചെയ്യുന്നത്. പക്ഷേ അന്ന് വളരെ പ്രോമിനൻ്റ് ആയിട്ട് 2 രാജ്യങ്ങൾ നിലവിലുണ്ടെന്ന് ഓർക്കണം. ആ 2 രാജ്യങ്ങൾ, ഒന്ന് അസീറിയയാണ്, വേറൊന്ന് ഈജിപ്താണ്. അസീറിയയും ഈജിപ്തും കമ്പയർ ചെയ്യുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നൊരു ശക്തിയേ അല്ല, ഒരു ഭയങ്കര പവേഴ്സാണ്. അസീറിയയും ഈജിപ്തും അക്കാലത്തെ വലിയ വൻ ശക്തി. അമേരിക്ക വേണമെങ്കിൽ അമേരിക്ക റഷ്യയും പോലെ 2 പവേഴ്സ് എന്ന് പറയാം ഇന്നത്തെ, ബിക്കോസ് അന്നത്തെ കാലഘട്ടമായിട്ട് താരതമ്യം ചെയ്താൽ മതി. എയർ പവർ എന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ അത്രയും പവർഫുൾ ആയിട്ടുള്ള 2 രാജ്യങ്ങളാണ് അസീറിയയും ഈജിപ്തും. അപ്പോൾ ഈ സോളമൻ ഈ ആരോട് വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി പുള്ളി ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എല്ലാവരും ഒരു പെണ്ണ് കിട്ടാന്നതാണ്. അങ്ങനെ അദ്ദേഹം ഫറവോൻ്റെ നാട്ടിൽ പോയിട്ട് ഒരു പെണ്ണ് കെട്ടിയിട്ടുണ്ട്. ഫറവോൻ്റെ ഒരു മോളെ മൂപ്പര് കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അസീറിയന്ന് കല്യാണം കഴിച്ചതായിട്ട് കാണുന്നില്ല. പക്ഷേ ബാക്കിയുള്ള മൊവാബിയരുടെ ഇടയിൽ നിന്നും ബാക്കി കിട്ടാവുന്ന സർവ്വ സ്ഥലത്തുനിന്നും പുള്ളി പെണ്ണുങ്ങളെ സ്വീകരിച്ചു. പുള്ളിയുടെ 100 കണക്കിന് പെണ്ണുങ്ങളായിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്നത്. അവസാനം പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ പുള്ളി പെട്ടുപോയി എന്നുള്ളതാണ് പിന്നീട് വരുന്ന വിഷയം. അപ്പോൾ അദ്ദേഹം അങ്ങനെ രാജ്യം യുദ്ധം ചെയ്ത് വലുതാക്കി, വലിയ അതിർത്തികളൊക്കെ എല്ലാം ഉറപ്പിച്ചു. പിന്നെ അതിബുദ്ധിമാനാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെക്കുറിച്ചൊക്കെയുള്ള കഥകൾ ധാരാളം ബൈബിളിൽ പറയുന്നുണ്ട്. യുദ്ധവീരനാണ്. അദ്ദേഹത്തിന് കൊടുക്കാത്ത ഡെക്കറേഷൻസ് ഇല്ല. അപ്പോൾ ഭൂമിയിൽ ജനിച്ച മനുഷ്യരിൽ ഏറ്റവും കോമണലായിട്ടുള്ള മനുഷ്യൻ, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ എന്നൊക്കെയാണ് സോളമനെ വിശദീകരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ പെണ്ണുങ്ങളെല്ലാം കൂടി വിരിച്ച ട്രാപ്പിൽ അദ്ദേഹം പെട്ടുപോയി. അപ്പോൾ ആ മനുഷ്യൻ ആണ് ഈ ദേവാലയം പണിയുന്നത്. ഈ ദേവാലയം 30,000 ആളുകളാണ് ഇതിനുവേണ്ടി എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 7 വർഷം 30,000 ആളുകൾ ജോലി ചെയ്തിട്ടാണ് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള വുഡും പിന്നെ സ്വർണം, വെള്ളി മാതിരി സാധനങ്ങളൊക്കെ പൊതിഞ്ഞിട്ടാണ് ഇവർ ദേവാലയം ഉണ്ടാക്കുന്നത്. ഇത് മോറിയാമലയിലെ ടെമ്പിൾ മൗണ്ടിലാണ് ഈ ദേവാലയം നിലനിന്നിരുന്നത്. അപ്പം ഇത് ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ സോളമൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പം ഇദ്ദേഹത്തിൻ്റെ സ്ത്രീകളുടെ സ്വാധീനത്തിൽപ്പെട്ട ഇദ്ദേഹം വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്നു എന്നാണ്. ദൈവത്തോട് നേരിട്ട് സംസാരിച്ചിരുന്ന മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി ആദ്യമായൊരു ദേവാലയം പണിത മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അത്രയധികം വരദാനങ്ങളും സൗകര്യങ്ങളും സ്വീകരിച്ച മനുഷ്യൻ, എന്നിട്ടും ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്വാധീനത്തിൽപ്പെട്ട് അദ്ദേഹം വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞുപോയി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് എത്ര ചഞ്ചലമാണ് എന്ന് ആലോചിക്കണം. എത്ര ചഞ്ചലമാണ് മനുഷ്യൻ്റെ മനസ്സ്. അപ്പോൾ അത്രയും അധികം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യ മനസ്സിനുണ്ട് എന്നാണ് ഈ കഥയിലൂടെ വരുന്ന വലിയ ഒരു സൂചന. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ചെറിയതായിട്ട് മാറിക്കഴിഞ്ഞാൽ പോയി വീഴാൻ പോകുന്നത് വലിയ കുഴിയിലായിരിക്കും എന്നുള്ള ഒരു സൂചനയാണ് ബൈബിൾ എപ്പോഴും നൽകുന്നത്.
അപ്പോൾ ഈ സോളമൻ്റെ ഈ കഥയോടെ നമുക്ക് അവസാനിപ്പിക്കാം. സ്വാഭാവികമായിട്ടും സോളമൻ്റെ ഈ അവിശ്വാസത്തിന് വലിയ വില പിന്നീട് ഇസ്രായേൽ സമൂഹം കൊടുക്കേണ്ടി വരുന്നു. അതിൻ്റെ പിന്നോട്ട് വരുമ്പോൾ പിന്നീട് അതിൻ്റെ സ്റ്റോറിയിലേക്ക് നമ്മൾ വരും. തൽക്കാലം നടത്തുന്നു. നന്ദി.